നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ക്യാൻവ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡിസൈന് എങ്ങനെ സെലക്ട് ചെയ്യാം നമുക്ക് ആദ്യം പഠിക്കാം. ആദ്യം ക്യാൻവ സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുക. ക്യാൻവ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാൻവ ഹോം പേജിനകത്താണ് വരുന്നത്. അതിനകത്ത് ക്രിയേറ്റ് ഡിസൈൻ പറഞ്ഞൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ബട്ടൺ നമുക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഡിസൈൻസ് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് സെർച്ച് ബോക്സിനകത്ത് നമുക്ക് വേണ്ട ഡിസൈന് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ക്യാൻവ എഡിറ്റർ പേജിനകത്താണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബാറിൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. ഇതിനകത്ത് നിന്ന് നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ബർത്ത്ഡേ പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ സെർച്ച് ബാറിൽ ബർത്ത്ഡേ പറഞ്ഞ ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബർത്ത്ഡേ ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് ഏത് ടെംപ്ലേറ്റോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാൻവ എഡിറ്റർ പേജിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മൾ ചൂസ് ചെയ്ത ടെംപ്ലേറ്റ് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അതുപോലെ അതിലുള്ള ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം, അതുപോലെ ഇമേജസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിസൈൻ കാണുന്ന ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്ത് ആ ഒരു ഡിസൈനിൽ സെറ്റ് ആവുന്നത് പോലെ നമുക്ക് ഓൾട്ടർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട വിധത്തിൽ ഈ ഒരു ഇമേജ് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിൽ വരുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും ഫോണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പുതിയ ഗ്രാഫിക്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് എലമെൻറ്റ്സിൽ പോയി സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കേക്കാണ് ആഡ് ചെയ്യുന്നത്. കേക്ക് വേണൊരു സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാഫിക്സിൻ്റെ അണ്ടറിൽ നമുക്ക് കുറേ കേക്ക്സ് കാണാൻ കഴിയും. അതിൽ നമുക്ക് ഏത് കേക്കാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എഡിറ്റർ പേജിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഷെയർ വരുന്ന ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിന്നും ഡൗൺലോഡ് വരുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈന് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നൂറിന് ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നമ്മൾ ഇപ്പോൾ പഠിച്ച വീഡിയോയുടെ സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കോഴ്സുകൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.